വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വിനീതമായ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. കടന്നു വന്ന നിമിഷം മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ചന്തവും ഉചിതവുമായി നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടിരുന്നു. പാടുവാൻ കൃപ നൽകി, പ്രാർത്ഥിപ്പാൻ നമ്മൾ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനവും അതിൽ നിന്ന് പ്രബോധനവും ദൈവം നമുക്ക് നൽകി. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നാം ആയിരുന്നിടങ്ങളിലൊക്കെ ദൈവം നമ്മെ സഹായിച്ചു, പരിപാലിച്ചു, സൂക്ഷിച്ചു, കരുതി. ജീവനും ഭക്തിക്കും ആവശ്യമതൊക്കെയും ദൈവം നമുക്ക് നൽകി തന്നു. വീണുപോകാതെ, താണുപോകാതെ, തളർന്നു പോകാതെ ഇമ്മാനുവേലിൻ്റെ ചെറുകിൻ്റെ കീഴിൽ ദൈവം സൂക്ഷിച്ചു. ഇന്നയോളം ദൈവം കൊണ്ടുവന്നു. യാക്കോബ് ഇങ്ങനെ പറഞ്ഞു ജോസഫിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, നിന്നെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, കാരണം നീ മരിച്ചുപോയി എന്നാണ് എന്നോട് പറഞ്ഞത്, മറ്റു മക്കൾ പറഞ്ഞത്. എന്നാൽ നിന്റെ സന്തതിയെയും കണ്ട് അവരെ കരം വെച്ച് അനുഗ്രഹിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2024 അവസാനം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയായിരുന്നു സാഹചര്യങ്ങൾ. എന്നാൽ 25 കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകിയനായി, ആയുസ്സിനെ ദീർഘിപ്പിച്ചനായി, ദിനത്തെ ദീർഘിപ്പിച്ചനായി, സകല മാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ബലവും ബഹുമാനവും ശക്തിയും അധികാരവും ആരാധനയും പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ പാദവൃത്തിങ്കിലേക്ക് സമർപ്പിക്കുകയാകുന്നു. ഒരുവനായ ദൈവം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അവൻ്റെ മധ്യത്തെ അതിൻ്റെ മുൻപാകെ പ്രാർത്ഥനയോടും ഭയത്തോടും ബഹുമാനത്തോടും കൂടി നമുക്കായിരിക്കാം. സഭയുടെ തലയായവൻ, സഭയുടെ വീണ്ടെടുപ്പുകാരനായവൻ, തേജസ്സിൻ്റെ പ്രഭയായവൻ, തത്വത്തിൻ്റെ മുദ്രയായവൻ, സഭയുടെ മൂലക്കല്ലായവൻ, കൊത്തുപണിയേത പാറയായവൻ, പ്രൈസ് ദി ലോർഡ്, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ശബ്ദത്താൽ മുഴുവനെ ഉളവാക്കിയ മഹാദൈവം, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവനെ നമുക്ക് പ്രാപിക്കാം, അവനെ നമുക്ക് അടുത്ത് പിടിക്കാം, അവനെ നമുക്ക് ചേർത്ത് പിടിക്കാം. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള അല്പസമയത്ത് ദൈവവചന ധ്യാനത്തിനായി തിരുവഴുത്തിൽ നിന്ന് നമുക്കൊരു വേദഭാഗം വായിക്കാം. വളരെ സുപരിതമായിട്ടുള്ളൊരു വേദഭാഗമാണ്. അതിനാധാരമായി എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 24 വാക്യം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. 2 പ്രധാനപ്പെട്ട വാക്കുകളാണ്. മോശെ താൻ വളർന്നപ്പോൾ. 2 തെരഞ്ഞെടുപ്പ്. വളർച്ചയും തെരഞ്ഞെടുപ്പും രണ്ടും റിലേറ്റഡ് ആണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ചിന്തയും അന്വേഷണവും രണ്ടും റിലേറ്റഡ് ആണ്. പ്രൈസ് ദി ലോർഡ്. മോശ വിശ്വാസത്തിൽ വളർന്നു. ക്രിസ്തു ജീവിതത്തിൽ നാം എന്തോരം വളരണമെന്ന് നമുക്കൊരു ക്രൈറ്റീരിയ തമ്പുരാൻ തന്നിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ കർത്താവ് പറഞ്ഞു, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. അപ്പം ഗുരുവിനെ പോലെ അത്രയും വളരണം, അത് കഴിഞ്ഞു പോകാൻ പാടില്ല. 2 പൗലോസ്ലീഹ എഫെസ്യ ലേഖനം 4:15 ഇങ്ങനെ വായിക്കുന്നു, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം വളരണം. അപ്പം പൗലോസ്ലീഹ പറഞ്ഞു അത്രയും വളരണം. നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞു അത്രയും വളരണം. 2 ഇനി എങ്ങനെയാണ് വളരുന്നത്? 1 പത്രോസ് 2 അധ്യായം വളരെ പരിചിതമായ ഭാഗം, 1-2 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതിങ്ങനെയാണ്: ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. അതുമാത്രം കുടിച്ചുകൊണ്ട് വളരില്ല. അതുമാത്രം കുടിച്ച് വളർന്നാൽ പ്രശ്നങ്ങളാണ്.
വചനം മാത്രം പോരാ, വചനമാണ് ഏറ്റവും പ്രധാനം. അതാണ് നമ്മുടെ വഴികാട്ടി, അതാണ് നമ്മുടെ നിത്യതയിൽ എത്തിക്കുന്നത്, അതാണ് സകലത്തെയും താങ്ങി നിർത്തുന്നത്, അതാണ് സകലത്തെയും വിളിച്ചു വരുത്തുന്നത്. ഉണ്ടാകട്ടെ എന്ന വചനം റിലീസ് ചെയ്തപ്പോഴാണ് ഇതെല്ലാം സംജാതമായത്. എന്നാൽ അത് മാത്രം പോരാ, ദൈവത്തിൻ്റെ ആത്മാവാണ് ശക്തി പകരുന്നത്. ആത്മാവും വചനവും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകളാണ്. ഒരു ചിറക് കൊണ്ട് ഒരു പക്ഷി പറന്നുയരില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ട് ചിറകുകൾ വേണം. ആത്മാവും വചനവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അത് ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരണം. വചനവും ആത്മാവും ഒരുപോലെ ഒരുപോലെ 100 മുൻപോട്ട് പോകുമ്പോഴാണ് അവൻ ആത്മീയ ഉയരങ്ങൾ കീഴടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വചനം മാത്രം പോരാ, ആരാധന വേണം, പ്രാർത്ഥന വേണം, കൂട്ടായ്മ വേണം, വചനധ്യാനം വേണം, ഉപവാസം വേണം. അതുകൊണ്ടാണ് തിരുവഴുത്തിൽ വായിക്കുന്നത്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മ നടപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ ദൈവ വിഷയമായി വളരുന്നത്. മസുദാൻ വിശ്വാസത്താൽ വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രൈസ് ദി ലോർഡ്, ദൈവ വിഷയമായി വളർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, വളർന്നു എന്ന് എങ്ങനെ അറിയാം? ദൈവത്തിൻ്റെ ആത്മാവ് വിഷയം ഞാൻ ധ്യാനിച്ചപ്പോൾ എന്നോട് നേരിട്ട് സംസാരിച്ചു. വാട്ട് ഓൾമൈറ്റി ഗോഡ് സ്പോക്ക് ടു മീ ഡയറക്ട്ലി വൈൽ ഐ വാസ് മെഡിറ്റേറ്റിംഗ് അപ്പോൺ ദ വേർഡ് ഓഫ് ഗോഡ്. സ്പിരിറ്റ് ഓഫ് ഗോഡ് സ്പോക്ക് ടു മീ ഡയറക്ട്ലി. അതാണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. വളർന്നു എന്ന് എങ്ങനെ അറിയാം? നമ്മുടെ നോട്ടത്തിൽ, ഭാവത്തിൽ, സംസാരത്തിൽ, ഇടപാടുകളിൽ, കൊടുത്തുവാങ്ങലുകളിൽ, മനോനിരൂപണങ്ങളിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും നമ്മൾ എത്രത്തോളം വളർന്നു വന്ന്. അത്ഭുതങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ വളർച്ചയുടെ മാനദണ്ഡം. അടയാളങ്ങൾ ചെയ്യുന്നതിനുള്ള ബന്ധത്തിലല്ല. പ്രവചിച്ചുകൊണ്ട് അദ്ദേഹം ഒത്തിരി വളർന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഒരത്ഭുതം ചെയ്തുകൊണ്ട് അദ്ദേഹം വളർന്നു എന്ന് പറയാൻ സാധിക്കില്ല. അതൊക്കെ വളർച്ചയുടെ ഓരോ ഭാഗങ്ങളാണ്. എന്നാൽ മോശെ എത്രത്തോളം വളർന്നു എന്നുള്ളത് 1-2 ഭാഗങ്ങൾ ഞാൻ എടുത്ത് കാണിക്കുന്നു. ദൈവം എന്നോട് ഷെയർ ചെയ്തു. മോശെ മാത്രമല്ല, പുതിയ നിയമത്തിലെ വിശുദ്ധന്മാര് എത്രത്തോളം വളർന്നു എന്നുള്ളത് അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 32-ാം അധ്യായം 32-ാം വാക്യത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ട് ഇസ്രായേൽ ജനത്തെ കൊല്ലുവാനായി പ്ലാൻ ചെയ്യുകയാണ്, അവരുടെ പാപനിമിത്തം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ദൈവം പറയുകയാണ്, ഈ ജനം ഇപ്പോൾ 10 പ്രാവശ്യം എന്നോട് മത്സരിച്ചു. ഈ ദുഷ്ടസഭ ഇപ്പോൾ 10 പ്രാവശ്യം എന്നോട് പുറപുറത്ത് മത്സരിച്ചു. മോശേ, ഞാൻ അവരെ കൊല്ലുവാൻ വന്നിരിക്കുകയാണ്, ഞാൻ അവനെ തീർത്ത് കളയാൻ വന്നിരിക്കുകയാണ്. അപ്പൊ മോശെ പറയുകയാണ്, കർത്താവേ, നീ ഇവരെ കൊല്ലരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരുണ കാണിക്കണമേ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ എൻ്റെ പേര് നീ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണം. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ദൈവം മോശയോട് പറയാണ്, ഞാൻ നിന്നെ ഇവരെക്കാൾ വലിയവനാക്കാം, ഇവരെക്കാൾ ശ്രേഷ്ഠനാക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നെ വിട് മോശേ. മോശെ പറയുന്നു, കർത്താവേ, ഇവരെ നശിപ്പിച്ചിട്ട് എനിക്ക് വലിയവനാകണ്ട, ഇവരെ തകർത്ത് കളഞ്ഞിട്ട് എനിക്ക് വലിയവനാകണ്ട. മോശെ 10 അത്ഭുതം ചെയ്തതിലല്ല മോശ വളർന്നത് കാണിക്കുന്നത്, ചെങ്കടലിനോടുള്ള ബന്ധത്തിലല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാ മോശയുടെ വളർച്ച അറിയുന്നത്. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് സംഖ്യാപുസ്തകത്തിൽ ഇവരെ കനാനിലോട് അടുക്കാനായി ചെല്ലുമ്പോൾ മോശ, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേൽ ഗോത്രത്തിൻ്റെ 12 ഗോത്രങ്ങളിലെ പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്ത് കനാൻ ദേശം കാണുവാനായി ഇവരെ അയക്കുകയാണ്. സംഖ്യാപുസ്തകം 13-14 ഈ 2 അധ്യായങ്ങളിലാണ് ആ സംഭവം ഇങ്ങനെ പ്രൈസ് ദി ലോർഡ് വിവരിച്ചിരിക്കുന്നത്. ഇവര് യോശുവോടും കാലേബിനോടും പറഞ്ഞു, ഗോത്രങ്ങളിലെ 12 ഗോത്രങ്ങളിലെ പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് കനാൻ ദേശം ഉറ്റുനോക്കാൻ അവരെ അയക്കാൻ പറഞ്ഞു. ഇവർ ചെന്നു, ഇവർ കണ്ടത് വന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ദുർവർത്തമാനമായിപ്പോയി. അവർ ഇന്ന് കണ്ടത് അനാക്യ മല്ലന്മാരെയാണ്. അവർ വന്ന് പറഞ്ഞത് അവിടെ ഉള്ള ആളുകൾ മനുഷ്യരെ തിന്നുന്നവരാണ്. അനാക്കിൻ്റെ പുത്രന്മാരെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ ഞങ്ങൾക്ക് തോന്നി.
ജനം എന്താ കേൾക്കേണ്ടതെന്ന് ഓർത്ത് കേൾക്കാനിരിക്കുക ജനം. 14-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നിർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സഭയൊക്കെയും ഉറക്കം നിലവിളിച്ചു. അപ്പോൾ സഭയൊക്കെ ഉറക്കം നിലവിളിച്ചു. ഇത് അവിശ്വാസത്തിന്റെ നിലവിളിയാ, ഇത് അജ്ഞതയുടെ നിലവിളിയാണ്. ഈ നിലവിളി അപകടം വിളിച്ചു വരുത്തും. കഴിഞ്ഞ ദീർഘനാളുകൾ, ദീർഘവർഷങ്ങൾ ദൈവങ്ങളുടെ ജീവിതത്തെ ചെയ്ത അത്ഭുതം മറന്നുപോയി നന്ദിയില്ലാത്ത ജനം. യോശുവയും കാലേബും ഇവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെന്ന് ഈ ജനത്തെ അമർത്തി. വിശ്വാസിയെ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മളതിൽ തീയൊഴിക്കുകയാണോ, നമ്മളത് ചെന്ന് അമർത്തുകയാണോ? അവിടെയാണ് നമ്മൾ വളർന്നോന്നറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രവചനോടുള്ള ബന്ധത്തിലല്ല, അത്ഭുതം ചെയ്തതിനോടുള്ള ബന്ധത്തിലല്ല, അടയാളങ്ങൾ ചെയ്തതിനോടുള്ള ബന്ധത്തിലല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചാട്ടെ, 13-ാം അധ്യായം 13. പ്രൈസ് ദി ലോർഡ്. 13-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം ഒന്ന് വായിച്ചേ. 30-ാം വാക്യം 13-30. പ്രൈസ് ദി ലോർഡ്. കാലേബും യോശുവയും ചെന്ന് ജനത്തെ അമർത്തി. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അമർത്തുക. തീ കത്താൻ തുടങ്ങുമ്പോൾ അതിനെ കെടുത്തുക, അതിനെ ഊതി വീർപ്പിക്കുകയല്ല. തങ്ങളുടെ ദൈവത്തെ അറിഞ്ഞവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന് തിരുവഴുത്തിൽ വായിക്കുന്ന ഇതിനോടുള്ള ബന്ധത്തിലാണ്. നമ്മൾ എത്രത്തോളം വളർന്നു. പ്രൈസ് ദി ലോർഡ്. സഭയൊക്കെയും ഉറക്കം നിലവിളിച്ചു. അത് അവിശ്വാസത്തിന്റെ നിലവിളിയാണ്, അജ്ഞതയുടെ നിലവിളിയാണ്. ഈ നിലവിളി അപകടങ്ങൾ വിളിച്ചു വരുത്തും. അല്പം കഴിഞ്ഞപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നിട്ട് മോശയോട് പറയുകയാണ്, മോശേ പ്രൈസ് ദി ലോർഡ്. മോശയും കാലേബും ജനത്തോട് പറയുകയാണ്, നമുക്കതിനെ ജയിപ്പാൻ കഴിയും, നമ്മളതിനെ കീഴടക്കും. അവിടെ വാക്യത്തിൽ വായിക്കുന്നത്, നമ്മുടെ ദൈവം അവരെക്കാൾ വലിയവനാണ്. ദൈവത്തെ വലുതാക്കണം. ഏത് സാഹചര്യത്തിൽ ദൈവത്തെ വലുതായി കാണണം. പ്രശ്നത്തിൽ വലുതായി ദൈവത്തെ കാണണം. ദൈവത്തിന്റെ വലിപ്പം കാണണം. ദൈവത്തിന്റെ വലുപ്പത്തെ ജനത്തിന്റെ മുമ്പിൽ ചിത്രീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവർ ജനത്തിന്റെ മനസ്സ് കലക്കി, ജനത്തിന്റെ മനസ്സ് ഉരുക്കി കളഞ്ഞു. പ്രിയ വിശുദ്ധന്മാരെ, കർത്താവിനെ അറിഞ്ഞ വിശുദ്ധന്മാരെ, കഴിഞ്ഞ നാളുകളായി കർത്താവിനെ സേവിച്ചും ആരാധിച്ചും ഇരിക്കുന്ന ദൈവമക്കളെ, നാം ജനത്തിന്റെ മനസ്സ് കലക്കുന്നവരാണോ, ജനത്തിന്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തുന്നവരാണോ? തങ്ങളുടെ ദൈവത്തെ അറിഞ്ഞവർ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവം ഇറങ്ങി വരിക. ദൈവം ഇറങ്ങി വരിക. ദൈവം ഇറങ്ങി വന്നിട്ട് അതിൻ്റെ 14-ന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. 12-ാം വാക്യം മുതൽ പ്ലീസ്. 12-ാം വാക്യം. സോറി. നിന്നെ അവരെക്കാൾ വലിപ്പവും ബലമുള്ള ജാതിയാക്കും ഞാൻ. അയ്യോ കർത്താവേ, പറയല്ലേ. മിസ്രയീമ്യർ അത് കേൾക്കും, ശത്രുക്കൾ അത് കേൾക്കും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ത്രാണിയില്ലാത്തത് കൊണ്ടാണ് നീ അവരെ വഴിവെച്ച് നശിപ്പിച്ചു പോയതെന്ന് ശത്രു പറഞ്ഞ് പരിഹസിക്കും. ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ കാലിൽ വീണ് കിടക്കുകയാണ്. മോശ താൻ വിശ്വാസത്താൽ വളർന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമ്മളെന്തോരം വളർന്നു? തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം മോശയോട് പറയാണ്, മോശേ നീ പറഞ്ഞതുപോലെ ഞാൻ കേൾക്കാം, നീ പറഞ്ഞതുപോലെ ഞാൻ അനുസരിക്കാം. ഇവിടെയാണ് നമ്മുടെ വളർച്ച അറിയുന്നത്. എന്നോട് ഇന്നലെ കളിച്ചില്ലേ, അനുഭവിക്കട്ടെ. നീ തീ കത്താൻ നിൽക്കരുത്, തീ കെടുത്തുന്നവരായിരിക്കണം. കുടുംബത്തിൽ തീ കെടുത്തുന്നവരായിരിക്കണം, സഭയിൽ തീ കെടുത്തുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒതുക്കുന്നവരായിരിക്കരുത്, പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. Look at this man of God. കർത്താവേ, ഈ ജനത്തെ നശിപ്പിച്ചിട്ട് എനിക്ക് മിടുക്കനാകണ്ട. എൻ്റെ പേര് ഫ്ലക്സിൽ വരണ്ട, എൻ്റെ പേര് യൂട്യൂബിൽ വരണ്ട, എൻ്റെ പേര് ട്വിറ്ററിൽ വരണ്ട, എൻ്റെ പേര് ഫേസ്ബുക്കിൽ വരണ്ട. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മാറ്റുകളയണമേ. ഇവിടെയാണ് നാം
മോശയുടെ പെങ്ങളുമായിട്ടൊരു ചെറിയൊരു സൗന്ദര്യപ്പണക്കം. പ്ലീസ് ചേച്ചി കുഞ്ഞാങ്ങളയോട് കുറച്ച് നീരസമുണ്ടായി. കൂശസ്ത്രീ നിമിത്തം. അവിടെ വായിക്കുന്ന ചെറിയതല്ല, വലിയ പ്രശ്നമാകുന്നത്. യാത്ര മുടങ്ങിയെന്നാണ് വായിക്കുന്നത്. പ്രൈസ് ലോർഡ്. വിഷയം ഇത്ര ഇവിടെ കളറാ. കൂശസ്ത്രീക്ക് ഇച്ചിരി കളറ്, നാത്തൂന് ഇച്ചിരി കളറ് കുറവായിപ്പോയി. വലിയ പ്രശ്നമായിപ്പോയി. ചെറുതായിട്ട് പെട്ടെന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുക. അപ്പം കർത്താവ് പറഞ്ഞു, കളറല്ലേ പ്രശ്നം. ചേച്ചിയോട് പറഞ്ഞു, എന്നാൽ കളറ് മുഴുക്ക പിടിച്ചോളാൻ പറഞ്ഞു. ചേച്ചിക്ക് മൊത്തം കളർ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചേച്ചി അങ്ങ് വെളുത്തു. പ്രൈസ് ദി ലോർഡ്. ചേച്ചിയോട് വലിയ കടപ്പാട മോശയ്ക്കുള്ളത്. മോശ ജീവിച്ചിരിക്കുന്നത് ചേച്ചി മുഖാന്തര. രണ്ടാമത്തെ അമ്മയാണ് മൂത്ത പെങ്ങള്. ഓർത്തുകൊള്ളണം, രണ്ടാമത്തെ അമ്മയാണ് മൂത്ത പെങ്ങള്. പ്രൈസ് ദി ലോർഡ്. ഒരമ്മയെ ബഹുമാനിക്കുന്നത് പോലെ മൂത്ത സഹോദരിയെ ബഹുമാനിക്കണം. എൻ്റെ മൂത്ത പെങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ എന്നെ കണ്ണീർ കണ്ണീരൊഴുകും. അത്ര അമ്മയെ പോലെ എന്നെ കൊണ്ടുവിടുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശരീരം അങ്ങ് പെടുത്ത കളറല്ലേ വിഷയം. അന്നമത്തം പിടിച്ചെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉടനെ മോശ നെടുമ്പാടുമുണ്ട്, കർത്താവേ കണ്ണു തോന്നണമേ, എന്നോട് കളിച്ച ചേച്ചി ഇങ്ങനെ ഇരിക്കും നല്ല പറഞ്ഞേ. ദൈവവിഷയമായി വളർന്ന മോശ നെടുമ്പാടുമുണ്ട്, കർത്താവേ കണ്ണു തോന്നണമേ. ആ നിമിഷത്തിൽ ദൈവം ചേച്ചിയുടെ കളർ മാറ്റി. പിന്നെ യാത്ര സുഗമമായിരുന്നു. കരങ്ങൾ സ്തോത്രം ചെയ്തേ. നമ്മുടെ വളർച്ച എന്തോരം ഉണ്ടായി, നമ്മുടെ വളർച്ച എന്തോരം ഉണ്ടായി. നമ്മുടെ വളർച്ച എവിടെയാ നമ്മൾ വളർന്നതെന്ന് ഞാൻ പിന്നീട് പറയാം. പ്രൈസ് ദി ലോർഡ്. എന്നോട് പിടകരുത്. ഹല്ലേലൂയ. ഇനി പുതിയ നിയമത്തിൽ ഒരു അപ്പോസ്തലൻ, ശ്രേഷ്ഠ അപ്പോസ്തലൻ നിലവിളിക്കുക. 2 തിമോത്തി 4 ഒന്നെടുത്തേ. പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തിയോസ് 4 അധ്യായം അതിൻ്റെ 14 വാക്യമാണെന്ന് തോന്നുന്നു. Glory to God. മോനെ തീമോത്തിയോസേ, ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ. ആ ബാക്കി ഏതാ മോനെ? ഒന്ന് ഓർക്കൊന്ന് വെച്ചേ. ഒരു കരച്ചിൽ കാണുന്നില്ലേ എൻ്റെ അകത്ത്? ഒരു ഞരക്കം. തൻ്റെ ഏറ്റവും ലാസ്റ്റ് ലെറ്റർ അത്. ഏറ്റവും ലാസ്റ്റ് ലെറ്ററാ. അവസാനത്തെ സന്ധ്യാലേഖനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എഴുതുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ എഴുതുന്നു, മോനെ തീമോത്തിയോസേ, ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വലിയ ദോഷം ചെയ്തു, നീ അവനെ സൂക്ഷിക്കണം. അങ്ങനെ എഴുതണമെങ്കിൽ എത്ര വലിയ ദോഷമായിരിക്കും ചെയ്തിരിക്കുന്നത്. നമുക്ക് തിരിച്ച് അപ്പോസ്തലനോട് ചോദിക്കാം, അപ്പോസ്തല എന്നെ പറ്റി പേടിയാണോ? ഒരു പേടി പോലെ തോന്നുന്നുണ്ടല്ലോ. അങ്ങയുടെ കൃപ എവിടെ പോയി? ഒന്നാം മിഷണറി യാത്രയിൽ അങ്ങല്ലേ ഒരു മനുഷ്യനെ നോക്കി, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, സകല നീതിയുടെ ശത്രുവേ, പ്രൈസ് ലോർഡ്, പിശാചിന്റെ സന്ധിയിൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ നോക്കി ഒറ്റ വാക്കിൽ അവനെ അന്ധനാക്കിയത് അങ്ങല്ലേ. ഒരു ബറേശുവിനെ അങ്ങയുടെ ദേഹത്ത് നിന്ന് ഉത്തരീയം കൊണ്ട് ഇടുമ്പോൾ രോഗികൾ സൗഖ്യമാക്കുന്ന അങ്ങല്ലേ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത് അങ്ങല്ലേ. പിന്നിപ്പോൾ എന്നെ പറ്റി കൃപയോർന്നു പോയോ? വാട്ട്സ് റോങ് വിത്ത് യുവർ അനോയിന്റിങ്? അഭിഷേകത്തിന് എന്ത് പറ്റി? കൃപയ്ക്ക് എന്ത് പറ്റി? അങ്ങ് ബലഹീനനായോ? ക്ഷീണിച്ചു പോയോ? കൃപ കുറഞ്ഞു പോയോ? അപ്പോസ്തലൻ പറയും, വർഗീസ് പാസ്റ്ററെ, ഞാൻ ഒത്തിരി വളർന്നു. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഒത്തിരി വളർന്നു, ഒത്തിരി ഉയരങ്ങൾ കീഴടക്കി. പ്രൈസ് ദി ലോർഡ്. അവനെ വിട്ടാരേ. I don't have time to go after him. എനിക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. ഇതാ മറ്റൊരു അപ്പോസ്തലൻ. ഹല്ലേലൂയ. 3 യോഹന്നാൻ എഴുതുമ്പോൾ, പ്രൈസ് മകനെ ഗായോസേ, പ്രിയ ദിയോത്രമസ്,
ഞങ്ങളെ ദുർവാക്ക് പറയുന്നു, ഞങ്ങളെ സഹായിക്കുന്നു, ഞങ്ങളെ ചർച്ചിലേക്ക് കയറുവാൻ അനുവദിക്കുന്നില്ല, അനേകവിധ വിഷയങ്ങൾ ദെമേത്രിയോസ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആരാണ് യോഹന്നാൻ? ഇടിമക്കൾ. അവർ ശമറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടത്രതായ വെൽക്കം കിട്ടിയില്ല. അപ്പൊ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ഞങ്ങൾ തീയിറക്കി ഇവരെ അങ്ങ് തീർക്കട്ടെ എന്ന് ചോദിച്ചു. അവർ ചെയ്യും, അത്ര ഭയങ്കരന്മാരവർ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയും, ഈ ദെമേത്രിയോസിന് വേണ്ടി സമയം കളയാൻ എൻ്റെ മക്കളില്ല, ഞാൻ ഒത്തിരി വളർന്നു. പ്രൈസ് ദി ലോർഡ്. 7 ദിവസങ്ങളെ വലം കൈപ്പിടിച്ച് മാരത്തോപനം കെട്ടി അന്ന് ജ്വാലക്കത്ത് കണ്ണുകളോടെ വലിയ ചുട്ടുപിടിപ്പിച്ച വെള്ളവും കാലുകളോടെ സഭയാന്തലൂടെ നല്ല ഉലാവുന്ന മഹത്വപൂർണനായ കർത്താവിനെ ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പളിങ്കിനൊത്ത കണ്ണാടിക്കടൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മുത്ത് നിർമ്മിതമായ യെരൂശലേം പട്ടണം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ വളർന്നു. നമ്മളെന്തോരും വളർന്നു? മോശെ താൻ വിശ്വാസത്താൽ വളർന്നപ്പോൾ, വിശ്വാസിയെ വളരണം. വർഷം 20 30 40 50 നമ്മളെന്തോരും വളർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളെന്തോരും വളർന്നു. ഏതിലാ വളർന്നെന്ന് ഞാൻ പറയാം. നമ്മൾ കുശുമ്പിൽ വളർന്നു, നമ്മൾ ഉടായ്പിൽ വളർന്നു, നമ്മൾ തരികടയിൽ വളർന്നു, നമ്മൾ വേഷം കെട്ടിൽ വളർന്നു, നമ്മൾ അഭിനയത്തിൽ വളർന്നു. നമുക്ക് വേണേൽ ഓസ്കാർ കിട്ടും നോമിനേഷൻ കൊടുത്താൽ. മോശെ താൻ വിശ്വാസത്താൽ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാല ഭവത്തെക്കാൾ മനുഷ്യൻ വളർന്ന് ആ മനുഷ്യൻ വളർന്ന് സീനായിയുടെ പർവ്വതത്തിന് മുകളിൽ കയറി. ഹല്ലേലൂയ. അഗ്നിമയമായ പ്രമാണം ഏറ്റുവാങ്ങത്തക്ക നിലയിൽ വളർന്നു. പ്രൈസ് ദി ലോർഡ്. മോശേ, വരും കാലത്ത് എന്റെ ജനത്തിന് കൊടുക്കുവാൻ നിന്റെ പക്കലാണ് ഞാൻ ഇത് ഏൽപ്പിക്കാൻ പോകുന്നത്. മോശെ വളർന്നു. എന്തുകൊണ്ടാണ് നമുക്ക് പലതും ദൈവം തരാത്തത്? നമ്മൾ ആ ക്രൈറ്റീരിയയിലിട്ട് വന്നിട്ടില്ല. എബ്രായ ലേഖനം വായിക്കുമ്പോൾ പലപ്പോഴും പൗലോസ് അവിടെ പറയുന്നു, ഇപ്പോൾ എഴുതി തെളിയിക്കാൻ വിഷമമാണ്, നിങ്ങൾക്കത് ഗ്രഹിപ്പാനും ത്രാണിയില്ല. ഞാനിത് വായിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീഴാതെ ഞാൻ ആ ഭാഗം മുൻപ് പോകാറില്ല. കാരണം എബ്രായ വിശ്വാസികളുടെ വളർച്ച കുറവുകൊണ്ട് അപ്പോസ്തലൻ ആ വലിയ മിസ്റ്ററി അൺഫോൾഡ് ചെയ്യുവാൻ കഴിയാതെ പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തോരം വളർന്നു, നമ്മൾ എന്തോരം വളർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ എന്തോരം നമ്മൾ ഏറ്റുവാങ്ങി. നമ്മൾ ആരെയും വിധിക്കണ്ട. ഞാൻ എന്തോരം വളർന്നു. ഞാൻ 20 വർഷമായി, 30 വർഷമായി, 40 വർഷമായി, 50 വർഷമായി, 10 വർഷമായി ദൈവ വിഷയമായി ഞാൻ എന്തോരം വളർന്നു. പൗലോസ് പറയാണ്, സുവിശേഷം ഞങ്ങളെ പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ കൊള്ളാവുന്നവരായി ബാക്കി തെളിഞ്ഞതുപോലെ. ദൈവത്തിന്റെ കൈ ചിലത് നമ്മളെ പരമേൽപ്പിക്കാൻ ദൈവം ഇങ്ങനെ വെമ്പൽ കൊള്ളുക, പക്ഷേ അത് ഏൽപ്പിക്കാൻ ത്രാണിയില്ല. ദൈവത്തിന് അത് കഴിയുന്നില്ല ഏൽപ്പിക്കുവാൻ. വിശ്വസ്ത മനുഷ്യനെ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭവത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടത ദൈവം തെരഞ്ഞെടുത്തു. ബഹുവിധ കൃപാവരങ്ങൾ ഏൽപ്പിക്കാൻ ദൈവം വെമ്പൽ കൊള്ളുവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തമായി മൂവ് ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത് ആവർത്തിച്ച് പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാലം നോക്കിയാൽ ഉപദേഷ്ടകന്മാരിക്കണ്ട നമ്മൾ ഇപ്പോഴും ബാലപാഠത്തിന്റെ ആദ്യപാഠങ്ങളിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. വാക്ക് ഇൻ ടു ദ ഡീപ്പ് വാട്ടർ. കടലിന്റെ ആഴങ്ങളിലാണ് വമ്പൻ സ്രാവുകളുള്ളത്. കടലിന്റെ ആഴങ്ങളിലാണ് അന്തർവാഹിനികളുള്ളത്. കടലിന്റെ ആഴങ്ങളിലാണ് മുത്തുകളുള്ളത്, ചിപ്പികളുള്ളത്, വില കൂടിയത്. കടലിന്റെ ആഴക്കടത്തിലേക്കാണ്. ആഴക്കടലിലേക്ക് പോകണമെങ്കിൽ ആ തിരമാലകളെ തരണം ചെയ്യണം, പോരുകളെ തരണം ചെയ്യണം, പോരാട്ടങ്ങളെ തരണം ചെയ്യണം. ചിലതിനെ വേണ്ടെന്ന് വെക്കണം, ചിലത് പൊട്ടനെ പോലെയാകണം, ചിലത് ചെകിടിനെ പോലെയാകണം, ചകരി ഊമനെ പോലെയാകണം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നിന്റെ വിളി വലുതാണ്, നിന്റെ തെരഞ്ഞെടുപ്പ് വലുതാണ്, നിന്റെ കുടുംബത്തിന്മേൽ വീണിരിക്കുന്ന ദൈവത്തിന്റെ വിളി വലുതാണ്, ചെറുതല്ല. സ്വർഗത്തിൽ കൗൺസിൽ കൂടിയിട്ട് പറയാണ്, ഹൂരിന്റെ കൊച്ചുമോനെ അതിസങ്കീർണമായ കാര്യം ഏൽപ്പിക്കാൻ പോവാന്ന് പറഞ്ഞു. ഒരു കോംപ്രമൈസിനും തയ്യാറാകാതിരുന്ന ആളാ ഹൂര്. ഹൂരിനെയും
അഹറോനെ ഏൽപ്പിച്ചിട്ട് മോശ പർവ്വതത്തിലേക്ക് പോയത്. വരാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ഹൂരിൻ്റെ അടുക്ക് ചെന്ന് പറഞ്ഞു. ഹൂർ അമ്പേലും വില്ലേനും സമ്മതിച്ചില്ല. ഹൂരിനെ മുട്ടസൂചിയെ നിർത്തി സമ്മതിച്ചില്ല. അതിൻ്റെ ഉടമസ്ഥൻ വരാതെ സമ്മതിക്കുകയെന്ന് പറഞ്ഞു. ഇവർ ഹൂരിനെ തല്ലിക്കൊന്നു. ചരിത്രം പറയുന്നത് എങ്ങനെയാ? ഇവർ ഹൂരിനെ തല്ലിക്കൊന്നു. പിന്നെ അഹറോൻ്റെ അടുത്ത് ചെന്നു. അഹറോൻ ഇത് കണ്ട് പേടിച്ച് പാപം ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ദൈവം മറന്നുപോയില്ല ഹൂരിനെ. ദൈവം ഹൂരിനെ മറന്നുപോയില്ല. കുടുംബത്തെ മറന്നുപോയില്ല. കുടുംബത്തെ മറന്നുപോയില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വർഗം കൗൺസിലർ കൂടി പറഞ്ഞു, ഹൂരിന്റെ കൊച്ചുമകനായിരിക്കുന്ന ഹല്ലേലൂയ ബസലിയേലിനെ സമാഗമന കൂടാരത്തിന്റെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലക്സ് ആയിരിക്കുന്ന വർക്കിന്, ക്രാഫ്റ്റ് വർക്കിന് ഹൂരിന്റെ കൊച്ചുവനെ വിളിക്കാൻ പറഞ്ഞു. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും പ്രതിഫലം കൊടുക്കാതെ പോകുന്ന അനീതിയുള്ള ദൈവമല്ലല്ലോ അവൻ. നിന്റെ കുടുംബത്തും ചില ബസലേലിന് ദൈവം തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ചില തീമോത്തിയോസിന് ദൈവം തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിലേരുള്ളവരായി ദൈവത്തെ സേവിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ അസാധാരണമായൊരു തെരഞ്ഞെടുപ്പ് നടക്കും. നീ കാണും, നിന്റെ കുടുംബം കാണും, സഭക്കാർ കാണും, ചർച്ചക്കാർ കാണും, ബന്ധുക്കാർ കാണും. പ്രൈസ് ദി ലോർഡ്. കരം കൊടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മോശെ താൻ വിശ്വാസത്താൽ വളർന്നപ്പോൾ എന്നെ എക്കാലത്തും ഭയപ്പെടുത്തിയ വേറെ സംഭവം. ഒരു സൈന്യാധിപൻ, രാജ്യത്തിൻ്റെ സൈന്യാധിപൻ, വലിയ സൈന്യാധിപനാ, 10 ഒട്ടകത്തിൻ്റെ പുറത്ത് സ്വർണവും വെള്ളിയും സമ്മാനങ്ങളുമായിട്ട് വരുവാ ആര്? എലീശയെ കാണാൻ. എലീശയെ കാണാൻ. എലീശ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, പുള്ളിയോട് പോയി യോർദാനിൽ പോയി 7 മുങ്ങിയിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞു. മുങ്ങി. ആ സംഭവം അറിയാമല്ലോ. മുങ്ങി എന്നുള്ള കൊച്ചുകുട്ടിയുടെ തൊക്ക് പോലെയായി. തിരിച്ചു വന്ന് വീണ്ടും എലീശയുടെ അടുത്ത് വന്നു. എലീശ ആളെ കാണാൻ കൂട്ടാക്കിയില്ല. എലീശ 10 ഒട്ടകത്തിൻ്റെ പുറത്തുള്ള സ്വർണവും സമ്മാനങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോരുവാന്ന്. നമ്മളൊക്കെയാണ് വാങ്ങിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്തൊരു ഒരു തിയോളജിക്കലായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. വാങ്ങിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷം. അപ്പം ഈ ചങ്ങാതി സൗഖ്യമായിട്ട് ചെല്ലുമല്ലോ. അപ്പോൾ ഈ 10 ഒട്ടകപ്പുറത്തുള്ള സാധനം മുഴുവനും എലീശ വാങ്ങിച്ച് വെച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ഒരാൾ സന്തോഷത്തോട് സാധനം തരുന്നതിനോ സെക്രട്ടറി തരുന്നതിനും വാങ്ങിക്കുന്ന കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വാങ്ങിക്കാതിരുന്ന കാര്യം എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിച്ചത്, ഈ നൈമാൻ അവിടെ ചെല്ലും. അപ്പോൾ ആളുകളെല്ലാം കൂടും. കാരണം ഇദ്ദേഹം ഒരു വേറൊരു ഫിഗറിലല്ലേ ഇപ്പം ചെല്ലുന്നത്. പ്രൈസലോ. ആളുകൾ ചോദിക്കും, ഇതെങ്ങനെ സംഭവിച്ചു? അയ്യോ, ഇതോ പറയാൻ പറ്റില്ല. ഇതൊത്തിരി വില മുടക്കുള്ളതാണ്. ഇതൊത്തിരി 10 ഒട്ടകപ്പുറത്ത് സംഗതികൾ കൊടുത്തിട്ടാണ് ഇത് കിട്ടിയത് എന്ന് പറഞ്ഞ് പുള്ളി വീം പഠിച്ചുകൊണ്ട് നടക്കും. സാധാരണക്കാരന് വല്ലതും പറ്റുമോ? സാധാരണക്കാരൻ്റെ രോഗത്തേക്കും പറ്റുമോ? ഇല്ല. ശ്രദ്ധിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല, സഭയെ തീർന്നത് കൊണ്ട്. എലീശ ആ മനുഷ്യനെ കാണാൻ കൂട്ടാക്കിയില്ല. ദൈവവിഷയമായി ഉയർന്ന മനുഷ്യൻ, ദൈവവിഷയമായി ഉയർന്ന മനുഷ്യൻ, ദൈവവിഷയമായി ഉയർന്ന മനുഷ്യൻ, ദൈവവിഷയമായി വളർന്ന മനുഷ്യൻ. വിശുദ്ധന്മാരെ, നമ്മൾ എത്രത്തോളം വളർന്നു, നമ്മൾ എത്രത്തോളം വളർന്നു. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്തിൽ വായിക്കുന്നത്, മിസ്രയീമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അവൻ ഉറച്ചു നിന്നു, അവൻ എതിർത്തു നിന്നു. നോ കോംപ്രമൈസ്. പക്ഷെ വെള്ളച്ചെറു കുടിക്കേണ്ടി വന്നു. വെള്ളച്ചരെ കുടിക്കേണ്ടി വന്നു. ഗ്ലോറി ടു ഗോഡ്. ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടി. ഈ പെട്ടകം കാളയുടെ പുറത്ത് വെച്ച് ഇങ്ങനെ പോവുക, വണ്ടി കയറ്റി 100 കാളയെ ഓടുക. അപ്പം ഈ കാളയുടെ ഉള്ളത്തിൽ അതിങ്ങോട്ട് പറയുന്നു. നന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ മെസ്സേജിൽ ഇല്ലാത്തതാണ്. ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ചതാണ്. നമുക്കെല്ലാവർക്കും കൂടി, എനിക്കും അതൊരു വലിയൊരു പാഠമായിരുന്നു. എന്നോട് ദൈവം സംസാരിച്ചതാ. അപ്പം കാള ഇങ്ങനെ 100 ഓടുക. ഇതിൻ്റെ പുറത്തിരിക്കുന്ന എന്നാ പെട്ടകം.
അപ്പം കാടയുടെ ഉള്ളത്തിലൊരു ചിന്താഗതിയുണ്ട്, എനിക്ക് നല്ലൊരു റിസപ്ഷൻ കിട്ടും, എനിക്ക് നല്ലൊരു, കാരണം ദൈവത്തിൻ്റെ പെട്ടവുമായിട്ടാണ് ഓടുന്നത്. കാളയ്ക്ക് കിട്ടിയത് ആ വണ്ടി വെട്ടിക്കേറി കാളേനെ നുറുക്കി അതിന് മുകളിൽ വെച്ച് കർത്താവിന് വേണ്ടി ഓടുന്ന വിശുദ്ധന്മാർ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത് കേട്ടോ, ഇതിൽ കുറഞ്ഞ് പ്രതീക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ട്വിറ്ററിൽ പേര് വന്നില്ലെങ്കിലും അവനെ സേവിച്ചോളണം, ഫേസ്ബുക്കിൽ പേര് വന്നില്ലെങ്കിൽ അവനെ സേവിച്ചോളണം, യൂട്യൂബിൽ വന്നില്ലെങ്കിൽ അവനെ സേവിച്ചോളണം. മോശദാൻ വളർന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോട് കഷ്ടത അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. നിങ്ങൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തുള്ളതിനെ ചിന്തിപ്പീൻ, ഉയരത്തുള്ളതിനെ അന്വേഷിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. വേറൊരാൾ ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഞങ്ങൾ നസ്രനായ യേശുവിനെ അന്വേഷിക്കുന്നു. നമ്മുടെ തലമുണക്കാം, അന്വേഷിപ്പീൻ, കണ്ടെത്തും. ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില നിമിഷങ്ങൾ കണ്ണുകൾ അടച്ചോട്ടെ, ചില നിമിഷങ്ങൾ തന്നോട്ടെ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. വളർന്ന മോശ ദൈവത്തോട് പറയുകയാണ്, ഹല്ലേലൂയ കർത്താവേ, പ്രൈസ് ദി ലോർഡ്. നീ അവരെ രക്ഷിക്കുന്നില്ലെങ്കിൽ, അവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ പേര് നിന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണം. അത്ര ഉയർന്ന നിലവാരത്തിലേക്ക് മോശ ഉയർന്നു. വെറുതെയാണ് ആ ദൈവമനുഷ്യന്റെ കയ്യിലേക്ക് അഗ്നിമയമായ പ്രമാണം മോശയെ ഏൽപ്പിച്ചത്. 2 പ്രാവശ്യം പർവ്വതത്തിലേക്ക് വിളിച്ചു കയറ്റി. ഹല്ലേലൂയ, ആത്മീയ ഉയരങ്ങൾ കീഴടക്കുന്ന ദൈവമനുഷ്യൻ. ഈ വനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.